വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എജു ഈസ്. എല്ലാവരും ക്രിസ്മസ് എക്സാം എല്ലാം കഴിഞ്ഞ് സമാധാനത്തിലൊക്കെ ഇരിക്കുന്ന സമയമാണ്. നമുക്ക് സ്കൂൾ തുറക്കാറായി. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ടൊക്കെ കിടക്കേണ്ട സമയം, നമുക്ക് പഠിക്കേണ്ട സമയം അടുത്ത് വരികയാണ്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് നമുക്കിനി ആനുവൽ എക്സാമിൻ്റെ പോർഷൻസ് എല്ലാം പഠിക്കണം. അതുകൊണ്ട് ഇന്ന് ഞാൻ 8ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയിലെ ഒരു പോയമാണ് എടുക്കുന്നത്. കവിത മർണ എന്ന് പറഞ്ഞ ഒരു പോയമാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്. മർണ എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അതിൽ വരുന്നത്. നമുക്ക് നേരെ സമയം കളയാതെ വളരെ ചെറിയൊരു കവിതയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എല്ലാവരും എൻ്റെ ക്ലാസ് കാണുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എല്ലാവരും എനേബിൾ ചെയ്യുക. കാരണം വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്താൽ മാത്രമേ നമുക്ക് നിങ്ങളിലേക്ക് അത് എൻ്റെ വീഡിയോസ് എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കവിതയിലേക്ക് പോകാം. കവിതയുടെ പേരാണ് മർണ. ഇത് എഴുതിയത് ഉദയപ്രകാശ് എന്ന് പറഞ്ഞ ഒരു കവിയാണ്. അദ്ദേഹത്തെ പറ്റി അബൌട്ട് ദ ഓദർ എന്നുള്ള രീതിയിൽ അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. ഉദയപ്രകാശ് का जन्म 1 जनवरी 1952 वर्ष को मध्य प्रदेश के सीतापुर गाँव में हुआ. ഉദയപ്രകാശ് എന്ന് പറഞ്ഞ കവി എന്താണ് 1952 ജനുവരി 1-ാം തീയതി മധ്യപ്രദേശിലെ സീതാപൂർ എന്ന് പറഞ്ഞ ഗാവ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ദില്ലിക്ക് ജവഹർലാൽ നെഹ്റു വിശ്വവിദ്യാലയ മേം അധ്യാപൻ കാര്യ കിയാ ഹെ. ദില്ലിയിലെ എന്താണ് ജവഹർലാൽ നെഹ്റു വിശ്വവിദ്യാലയത്തിൽ അദ്ദേഹം അധ്യാപകനായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. മധ്യപ്രദേശ് സർക്കാർ കെ സംസ്കൃത വിഭാഗമേയും അധികാരി രേഖ. അതുമാത്രമല്ല മധ്യപ്രദേശ് സർക്കാരിൻ്റെ സംസ്കൃത വിഭാഗത്തിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. 9 वर्ष तक टाइम्स ऑफ इंडिया के समाचार परीक्षक ദിൻമാൻ കെ സമ്പാദകീയ വിഭാഗ് മേം നൗകരി കി. അതായത് മീൻസ് എന്താണ്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ 9 വർഷത്തോളം അദ്ദേഹം 9 വർഷത്തോളം അദ്ദേഹം എഡിറ്ററായിട്ടൊക്കെ ജോലി നോക്കിയിട്ടുണ്ട്. इसके अलावा विभिन्न പത്രവും ഓർ ടെലിവിഷൻ ക്ഷേത്ര സെ ഗുഡ് രഹേ ഹെ. അതുപോലെ പല വ്യത്യസ്ത വിഭിന്ന തരത്തിലുള്ള പത്ര മീൻസ് എന്താണ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ടറായിട്ടും അതുപോലെ എഡിറ്ററായിട്ടും ഒക്കെ, അത് മാത്രമല്ല ടെലിവിഷൻ മേഖലയിലും ഒക്കെ അദ്ദേഹം പ്രശസ്തനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള കുറേ എന്താണ് കൃതികളുടെ പേരാണ് അവിടെ കൊടുത്തേക്കുന്നത്. സുനോ കാരിഗർ, അബൂത്തർ കബൂത്തർ, രാത് മേം ഹാർമോണിയം, അതൊരു കവിതാ സമാരോഹം അല്ലെങ്കിൽ സംഗ്രഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദരിയായി ഘോട, തിരിച്ച और अंध में प्रार्थना, पोल गोमरा का स्कूटर, पीली छतरी वाली लड़की, മോഹൻദാസ് ഒരു കഹാനി സംഗ്രഹമാണ്. ആദി ഉസ്ക പ്രമുഖ രചനായം ഹെ. മോഹൻദാസ് കെ ലിയെ വർഷ എത്രയാണ് 2010 മെയിം കേന്ദ്രീയ സാഹിത്യ അക്കാദമി പുരസ്കാർ. 2010 മോഹൻദാസ് എന്ന് പറഞ്ഞ ആ ഒരു കഹാനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കവിതയിലേക്ക് കടക്കാം. മർണ. ആദ്മി മർനെ കെ ബാദ് കുച്ച് നഹീം സോച്ച്താ, ആദ്മി മർനെ കെ ബാദ് കുച്ച് നഹീം ബോൾത്താ, കുച്ച് നഹീം സോച്ച്നെ ഓർ കുച്ച് നഹീം ബോൾനെ പർ ആദ്മി മർ ജാത്താ ഹെ. എന്താണ് ആദ്മി എന്ന് പറഞ്ഞാൽ മനുഷ്യർ കേട്ടോ. അപ്പം ആദ്മി മർനെ കെ ബാദ്, മനുഷ്യൻ മരണത്തിന് ശേഷം, കുച്ച് നഹീം സോച്ന മീൻസ് ചിന്തിക്കുക. അപ്പം എന്താണ്, മനുഷ്യൻ മരണശേഷം യാതൊന്നും എന്ത് ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. ആദ്മി മർനെ കെ ബാദ് കുച്ച് നഹീം ബോൾത്ത, മനുഷ്യൻ എന്താണ് മരണത്തിന് ശേഷം കുച്ച് നഹീം ബോൾത്ത, ബോൾന എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. എന്താണ് മരണത്തിന് ശേഷം മനുഷ്യൻ യാതൊന്നും എന്ത് ചെയ്യാറില്ല, സംസാരിക്കാറുമില്ല. കുച്ച് നഹീം സോച്നെ ഓർ കുച്ച് നഹീം ബോൾനെ പർ ആദ്മി മർ ജാത്താ ഹെ. മരിച്ചതിന് തുല്യമായി കുറേ ജനങ്ങൾ അല്ലെങ്കിൽ കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ ആ പ്രശ്നത്തെ തുറന്ന് ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ വാ തുറന്ന് സംസാരിക്കാത്ത കുറേ ആൾക്കാരുണ്ട്, പ്രതികരിക്കാത്ത ആൾക്കാരുണ്ട്, ചിന്തിക്കാത്ത ആൾക്കാരുണ്ട്. ഇവരൊക്കെ എന്താണ്, മനുഷ്യനായി ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് കവി എന്ത് ചെയ്യുവാണ്, നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പ്രതികരിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട സമയത്ത് നമ്മൾ മനുഷ്യനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രതികരിക്കുകയോ ചിന്തിക്കുകയോ ഒക്കെ ചെയ്യണം, സംസാരിക്കുകയോ ഒക്കെ ചെയ്യണം. അത് ചെയ്യാതെ വെറും ഒരു ബഫൂനെ പോലെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് നമ്മുടെ ഉദയപ്രകാശ് എന്ന് പറഞ്ഞ നമ്മുടെ കവി എന്ത് ചെയ്യുന്നത്,
നമ്മളിലേക്ക് എത്തിക്കുന്നത്. അയാൾ ക്രിറ്റിസൈസ് ചെയ്യുകയാണ്, വിമർശനാത്മക രൂപത്തിൽ എന്ത് ചെയ്യുകയാണ്, ഈ കവിത നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അതാണ് കുച്ച് നഗീം സോച്നെ ഓർ കുച്ച് നഗീം ബോൾനെ പാർ ആത്മീ മാർ ജാത്താ ഹെ. യാതൊന്നും ചിന്തിക്കാതെയും യാതൊന്നും സംസാരിക്കാതെയും നിൽക്കുന്ന ഏതൊരു വ്യക്തിയും അവൻ എന്താണ്, മാർ ജാത്താ ഹെ, മരണതുല്യമാണെന്നാണ് കവി പറയുന്നത്. അപ്പം വളരെ അർത്ഥവത്തായ നല്ലൊരു ചെറിയൊരു പോയമാണ്. പക്ഷേ ആ ഒരു പോയത്തിൽ ധാരാളം എന്താണ് ഹിഡൻ മീനിങ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പം എല്ലാവർക്കും ഈ ഒരു കവിത മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതിലൊന്നുമില്ല, മനുഷ്യനായി ജീവിക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്യുന്ന അതേ പ്രവൃത്തികൾ, അതായത് നല്ല കാര്യങ്ങൾ എന്താണ്, ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കുക, സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കുക, പ്രവൃത്തി ചെയ്യേണ്ട സമയത്ത് പ്രവർത്തിക്കുക. അല്ലാതെ അത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർക്ക് ഞാൻ അത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിന്നാൽ നമ്മൾ ഒരിക്കലും എന്തല്ല, മനുഷ്യനാവുകയില്ല എന്നാണ് ഉദയപ്രകാശ് പറയുന്നത്. വളരെ നല്ലൊരു പോയമാണ്. നിങ്ങൾക്കത് എല്ലാവരിലേക്കും അതിൻ്റെ മീനിങ്സ് കൃത്യമായി എത്തിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഒരു കവിതയായിട്ട് നമുക്ക് വീണ്ടും വരാം. കവിത അല്ലെങ്കിൽ ഒരു ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരേക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.